തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ എന്നെയും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ബൈബിൾ പഠന പരമ്പരയുടെ അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ ഈ എപ്പിസോഡിലെ എല്ലാ വചനഭാഗങ്ങളും വായിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും, നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇത് വചന പഠനം ചുമ്മാ കേൾക്കുന്നതല്ല. ഓരോ വചനഭാഗം പറയുമ്പോഴും ആ വചനത്തിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട്, വചനത്തിൽ കണ്ണുടക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് ആ വചനത്തെ പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ വചനത്തിൻ്റെ ഉപാസകരായിട്ട് മാറുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ഞാൻ പറയുന്നത്. ഒന്ന്, യഥാർത്ഥ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഹിസ്റ്ററി പറയുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് ദൈവശാസ്ത്രപരമായിട്ടുള്ള ഹിസ്റ്ററിയാക്കി മാറ്റുന്നത് എന്നും ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളും, അന്നത്തെ കാലത്തെ പൊളിറ്റിക്സും നമുക്ക് കിട്ടും, അതിനകത്ത് ഇതിന് ബൈബിളിലുള്ള ദൈവശാസ്ത്രവും കിട്ടും. അപ്പോൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ദാവീദ് രാജാവ് എങ്ങനെയാണ് രാജ്യത്വം സ്വീകരിച്ചത് നമ്മൾ കണ്ടു. അതിൻ്റെ സമാപനത്തിൽ നമ്മൾ കണ്ടു സോളമൻ രാജാവിൻ്റെ രാജ്യത്വം അദ്ദേഹം എങ്ങനെയാണ് സ്വീകരിക്കുന്നത്. സോളമൻ രാജാവിൻ്റെ ആദ്യജാതൻ്റെ അവകാശം എങ്ങനെ കിട്ടി? ബത്ശബ അവസാനത്തെ അവസാനത്തെ ഭാര്യയായ മകനുണ്ടായപ്പോഴത്തേനും എങ്ങനെയാണ് സോളമൻ രാജാവിന് ഈ രാജ്യത്വം കിട്ടിയത് എന്ന് ഉള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് നമ്മളിവിടെ പറയുന്ന ഭാഗങ്ങൾ. അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മൾ ആദ്യത്തെ ഭാഗമായ അമോൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി കടന്നു വരാൻ പോകുന്ന 14 മുതൽ 18 വരെ അധ്യായങ്ങളിൽ, 2 സാമുവേൽ 14 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്ന അബ്സലോമിനെ കുറിച്ചാണ്. അത് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിർത്തിയത് എന്ന് തോന്നുകയാണ്. അബ്സലോമിൻ്റെ ചരിത്രം എന്താ നമുക്കറിയാം. അബ്സലോം ദാവീദിൻ്റെ പുത്രനാണ്. അമോൻ മരിച്ചപ്പോൾ അടുത്ത അവകാശിയായിട്ട് വരേണ്ടത് അബ്സലോമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അബ്സലോം എന്ത് ചെയ്തു? ആളുകളെല്ലാം കൂട്ടിക്കൊണ്ട് പറഞ്ഞു, ഈ ദാവീദ് രാജാവിൻ്റെ സിംഹാസനം വളരെ മോശമാണ്, ദാവീദ് രാജാവിൻ്റെ ഭരണം വളരെ മോശമാണ്, അതുകൊണ്ട് ആളുകളൊക്കെ എന്നോടൊപ്പം ചേരുക, നമുക്കൊരു പുതിയൊരു സർക്കാർ രൂപീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് രാജാവ് എവിടെയാണോ തൻ്റെ രാജ്യത്വം ആരംഭിച്ചത് അവിടേക്ക് അബ്സലോം പോവുകയാണ്. ആ സ്ഥലമാണ് ഹെബ്രോൺ. ഹെബ്രോണിലേക്ക് പോയി അവിടെ ചെന്ന് ആളുകളെല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് സ്വയം രാജാവായിട്ട് പ്രഖ്യാപിക്കുകയും ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അദ്ദേഹത്തിനെ തന്നെ അവരോധിക്കുകയും ചെയ്തു. ഇത് മനസ്സിലാക്കുന്ന ദാവീദ് രാജാവ്, ജെറുസലേമിലായിരിക്കുന്ന ദാവീദ് രാജാവ് ആകെ വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരു യുദ്ധത്തിൻ്റെ എല്ലാ ഭീഷണികളും കടന്നു വരികയാണ്. ഈ അവസരത്തിൽ ദാവീദ് രാജാവ് അബ്സലോം എന്ന് പറയുന്ന പുതിയ രാജാവായ ഹെബ്രോണിലെ പുതിയ രാജാവ് ദാവീദ് രാജാവുമായിട്ട് യുദ്ധമുണ്ടാകാൻ പോകുന്നു എന്നുള്ള വാർത്ത വന്നു. ഉടനെ അബിയാത്തർ എന്ന് പറയുന്ന പുരോഹിതൻ ജെറുസലേമിൽ വെച്ചിരുന്ന കർത്താവിൻ്റെ വാഗ്ദാന പേടകം എടുക്കാൻ വേണ്ടി ലേവി പുരോഹിതന്മാരെ വിട്ടു. ദാവീദ് പറഞ്ഞു, ദേവാലയത്തിൽ നിന്ന് വാഗ്ദാന പേടകം ജെറുസലേമിൽ തന്നെ ഇരിക്കട്ടെ, അത് അവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല. ഞാൻ യുദ്ധം ചെയ്യാൻ പോവുകയാണ്. ഈ യുദ്ധം ഒരു ഹോളി വാർ അല്ല, അപ്പനും മകനും അധികാരത്തിന് വേണ്ടി ചെയ്യുന്ന യുദ്ധമാണ്. അതുകൊണ്ട് ഈ വാഗ്ദാന പേടകം അവിടെ ഇരിക്കട്ടെ. അത് പൊളിറ്റിക്കലായിട്ട് പറയുന്നെങ്കിലും അതിൻ്റെ ഉള്ളിൽ വേറൊരു സത്യമുണ്ട്. വാഗ്ദാന പേടകം ജെറുസലേമിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ജെറുസലേം പട്ടണം നഷ്ടപ്പെടും. കാരണം
ജെറുസലേം എന്ന് പറയുന്ന പട്ടണം പിടിച്ചു നിൽക്കുന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ തണലിലാണ്. അത് ഉറപ്പിക്കുകയാണ് ദാവീദ് രാജാവ്. ദൈവ സാന്നിധ്യത്തിൻ്റെ തണലിലാണ് ജെറുസലേം എന്ന് പറയുന്ന പട്ടണം പിടിച്ചു നിൽക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന ഗോത്രം, ജൂദ എന്ന് പറയുന്ന ഗോത്രം പിടിച്ചു നിൽക്കുന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ തണലിലാണ്. അതിനെ അവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല. ഇത് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ ദാവീദ് രാജാവ് ജെറുസലേമിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ജോർദാൻ്റെ അക്കരയിലേക്ക് പോവുക. അപ്പോൾ നോക്കിക്കോണം, ഇനിയുള്ള കാര്യങ്ങൾ 16-ാമത്തെ അധ്യായത്തിൽ മുതൽ 16-ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്ന വളരെ വിചിത്രമായ കാര്യങ്ങളുണ്ട്. ഇദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ, അബ്സലോമിനെതിരെ യാത്ര ചെയ്യുമ്പോൾ യുദ്ധം എല്ലാം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞു, ദേവാലയം അവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ വാഗ്ദാന പേടകം അവിടെ ഇരിക്കട്ടെ, അത് മാറ്റരുത്. കാരണം ദൈവത്തിൻ്റെ ശക്തിയിലാണ് ജൂദാദേശം നിൽക്കുന്നത്. ആ ദൈവത്തോടുള്ള ബന്ധമാണ് രാജാവിൻ്റെ ശക്തിയുടെ ബന്ധം. വീണ്ടും പറയുന്നു, ഭാര്യമാരെ മാറ്റിപ്പാർപ്പിക്കരുത്, അവിടെ തന്നെ ഉണ്ടാകണം. അവിടെ തൻ്റെ ഭാര്യമാരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു വ്യക്തിയും കൂടി അവിടെ ഏൽപ്പിച്ചു. അങ്ങനെ അന്തഃപുരത്തിലെ ഭാര്യമാരവിടെ, വാഗ്ദാന പേടകം ജെറുസലേമിൽ. ഇനി അദ്ദേഹം ഈ ദേശത്ത് നിന്ന് ഒളിച്ചോടി പോകുന്ന ഒലിവ് മലയിലൂടെ കയറി ജോർദാനിലേക്ക് ഒളിച്ചോടി പോകുന്ന രംഗമാണ് ചിത്രീകരിക്കുന്നത്. പോകുന്ന വഴിയിൽ 2-3 പേർ അദ്ദേഹത്തെ കാണുന്നു. ഒന്ന് സീബ എന്ന് പറയുന്ന വ്യക്തി. ആരാണ്? 16-ാമത്തെ അധ്യായത്തിലാണ്. ആരാണ് സീബ എന്ന് പറയുന്ന വ്യക്തി? സീബ എന്ന് പറയുന്ന വ്യക്തി ജോനാഥൻ്റെ പുത്രനായ മെഫീബോശത്തിൻ്റെ സുഹൃത്താണ്. ഈ യാത്ര ചെയ്യുന്ന ദാവീദ് രാജാവിന് അപ്പം കൊടുക്കാൻ മെഫീബോശത്ത് മുറിയിലിരിക്കുകയും അതേസമയം സീബ പുറത്തിറങ്ങി വന്ന് അപ്പം കൊടുക്കുകയും ചെയ്തു. നോക്കിക്കേ, വിരോധാഭാസം നോക്കുക. ആരായി മെഫീബോശത്ത്? ദാവീദ് രാജാവ് എടുത്തു വളർത്തിയ ജോനാഥൻ്റെ പുത്രനാണ്. കാരണം ജോനാഥനോട് ദാവീദ് രാജാവിനൊരു ഉടമ്പടി ഉണ്ടായിരുന്നു. ഞാൻ ഇനി ജീവിച്ചാൽ എന്നെ നീ ഉപേക്ഷിക്കരുത്, ഞാൻ മരിച്ചാൽ എൻ്റെ ഗോത്രത്തെ നീ തള്ളിപ്പറയരുത് എന്നുള്ള ആ വലിയൊരു ഉടമ്പടിയുടെ പശ്ചാത്തലത്തിലാണ് മെഫീബോശത്തിനെ ജോനാഥൻ്റെ മരണശേഷം ദാവീദ് രാജാവ് കൊട്ടാരത്തിലേക്ക് വിളിച്ചത്. പക്ഷേ മെഫീബോശത്ത് ഇപ്പോൾ ദാവീദ് രാജാവിനെ എതിർത്ത് നിൽക്കുകയാണ്. അവനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങാതെ സീബ എന്ന് പറയുന്ന വ്യക്തിയെ വിടുകയാണ്. അവർ വിചാരിക്കുന്നു, ഇതാ ദാവീദ് രാജാവിൻ്റെ ഗോത്രവും ദാവീദ് രാജാവിൻ്റെ രാജത്വവും അവസാനിക്കാൻ പോവുകയാണ്. ഇനി വരാൻ പോകുന്നത് അബ്സലോമാണ്. സാവൂളിൻ്റെ രാജ്യത്വം തിരികെ വരാൻ പോകുന്നു, അബ്സലോം വരാൻ പോകുന്നു. ഈ ഒരു ചിന്തയോടുകൂടിയാണ് ആ നാട്ടിലെ ആളുകൾ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് സീബ എന്ന് പറയുന്ന വ്യക്തി മാത്രം അദ്ദേഹത്തെ സ്വീകരിക്കാൻ വരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 16-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ മുതൽ വേറൊരു വ്യക്തിയെ കാണുന്നു. ബഹ്റൂമിൽ എത്തിയപ്പോൾ, ദാവീദ് രാജാവ് ബഹ്റൂമിൽ എത്തിയപ്പോൾ സാവൂളിൻ്റെ ബന്ധുവായ ഗേരയുടെ മകൻ ശിമെയി ശാപം ചൊരിഞ്ഞുകൊണ്ട് ദാവീദിന് നേരെ വരികയാണ്. സാവൂളിൻ്റെ ബന്ധുവായ ശിമെയി, അതായത് ശിമെയി പറയുകയാണ്, സാവൂളിൻ്റെ രാജ്യം പുനഃസ്ഥാപിക്കപ്പെടാൻ പോവുകയാണ്. ദാവീദ് എന്നേക്കുമായി മാറുന്നു. ബെഞ്ചമിൻ ഗോത്രക്കാരൻ്റെ മേൽക്കോയ്മയിലേക്ക് വരാൻ പോവുകയാണ്. ദാവീദിൻ്റെ ജൂദാ ഗോത്രത്തിൻ്റെ മേൽക്കോയ്മ എന്നേക്കുമായി തകരാൻ പോവുകയാണ്. നോക്കിക്കേ, ഇവിടെയാണ് ശിമെയി എന്ന് പറയുന്ന വ്യക്തി കടന്നു വന്ന് ഇദ്ദേഹത്തെ ശപിക്കുന്നത്. ആ ശാപവാക്കുകളൊക്കെ കേട്ടുകൊണ്ടാണ് ദാവീദ് രാജാവ് മുന്നോട്ട് പോകുന്നത്. ഇതാണ് പ്രധാനമായിട്ടും ഇവിടെ കാണുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാവൂൾ ജോർദാൻ അക്കരെ, ദാവീദ് രാജാവ് ജോർദാൻ അക്കരെ അബ്സലോമുമായിട്ട് യുദ്ധത്തിനായിട്ട് തയ്യാറായിട്ട് നിൽക്കുക. ഈ അവസരത്തിലാണ് 2 പ്രധാനപ്പെട്ട വ്യക്തികളെ നമ്മൾ ഓർക്കുക. ഒന്നാമത്തെ വ്യക്തി അഹീത്തോഫേൽ.
അബ്സലോമിന് ഉപദേശം കൊടുക്കുന്ന ഒരു ഉപദേശകൻ. അബ്സലോം അഹിത്തൊഫേലിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത്, പിതാവുമായിട്ട് എങ്ങനെ യുദ്ധം ചെയ്യണം. അദ്ദേഹം ഏറ്റവും നല്ലൊരു മാർഗം ഉപദേശിച്ചു കൊടുക്കുകയാണ്. ജെറുസലേമിൽ താമസിക്കുന്ന പിതാവിൻ്റെ അന്തഃപുരത്തിലെ സ്ത്രീകളുടെ അടുത്ത് ചെന്ന് അവരിലെ ഒരാളുമായിട്ട് വേഴ്ച നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം, പിതാവിൻ്റെ ഭാര്യമാരോടുകൂടി ശയിച്ചു കഴിഞ്ഞാൽ അവനാണ് അടുത്ത അവകാശി. അതിനാൽ ഏറ്റവും നല്ല മാർഗം ഇതാണ്, പിതാവിൻ്റെ ഭാര്യമാരോടൊത്ത് ശയിച്ചു കഴിഞ്ഞാൽ നിനക്ക് അവകാശം കിട്ടും, യുദ്ധത്തിനൊന്നും പോകേണ്ട കാര്യമില്ല. അഹിത്തൊഫേൽ ഇങ്ങനെ ഉപദേശിച്ചു. അപ്പോഴാണ് ദാവീദിൻ്റെ കൂട്ടത്തിലുള്ള ഹുഷായ് എന്ന് പറയുന്ന മറ്റൊരു ഉപദേശകൻ, അദ്ദേഹം ഒരു സ്പൈയാണ്, ഒരു ചാരനാണ്. ആ ഉപദേശകൻ അബ്സലോമിനോട് ഉപദേശിക്കുകയാണ്, അല്ലയോ അബ്സലോമേ, അഹിത്തൊഫേലിൻ്റെ ഉപദേശം സ്വീകരിച്ചു കഴിഞ്ഞാൽ വലിയ യുദ്ധമുണ്ടാകും, നീ അത് പ്രതീക്ഷിക്കുന്നുവോ? വലിയ യുദ്ധമുണ്ടായാൽ നിനക്കറിയാം, നിൻ്റെ അപ്പൻ ദാവീദിൻ്റെ ശക്തി നിനക്കറിയാം, അവൻ്റെ കൂടെയുള്ള ജനത്തിൻ്റെ വീരസാഹസികത നിനക്കറിയാം. അവരുമായിട്ട് തോറ്റ് പിന്മാറാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് യുദ്ധത്തിനായിട്ട് പോരാടുക. ഇത് വളരെ മോശമായ കാര്യമാണ്. ഈ ഭാര്യമാരെ സ്വീകരിക്കുക എന്ന് പറയുന്നത് മോശമായ കാര്യമാണ്. അതിൽ യുദ്ധം തന്നെ നടത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഹുഷായ് എന്ന് പറയുന്ന ചാരനായിട്ടുള്ള ഉപദേശകൻ, ദാവീദ് രാജാവിൻ്റെ ഉപദേശകൻ, ഈ അബ്സലോമിനോട് ഉപദേശിക്കുകയാണ്, യുദ്ധത്തിനായിട്ട് നീ പോയിക്കൊള്ളുക. അങ്ങനെ ദാവീദും അബ്സലോമും തമ്മിൽ യുദ്ധം നടക്കുന്നതാണ് 17-ാമത്തെ അധ്യായത്തിലും അതുപോലെ തന്നെ 18-ാമത്തെ അധ്യായത്തിലും. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു. ഒലിവ് മലയിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ ജോർദാൻ്റെ മറുകരയിൽ നടക്കുന്ന യുദ്ധത്തിൽ ഓക്കുമരത്തിൻ്റെ കീഴിലൂടെ ഈ ഒരു കുതിരപ്പുറത്ത് പോകുന്ന അബ്സലോം ഏതൊരു മരത്തിൻ്റെ ചില്ലിൽ ഉടക്കി അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് ദാവീദ് രാജാവിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായ ചീഫ് കമാൻഡൻ്റായ ജോവാബ് വന്ന് കാണുന്നത്. ഈ അവസരത്തിൽ ജോവാബ് ഒരു കുന്തം കൊണ്ട് കുത്തി, അല്ലെങ്കിൽ വാളുകൊണ്ട് വെട്ടി അബ്സലോമിനെ വധിക്കുന്നു. അതോടുകൂടി അബ്സലോം തീർന്നു. അബ്സലോമിൻ്റെ ആദ്യജാതൻ്റെ പുത്രത്വം അതോടുകൂടി അവസാനിച്ചു. പിതാവിനെതിരെ കടന്നു വരുന്ന അബ്സലോമിൻ്റെ ആദ്യപുത്രത്വം അവസാനിച്ചു. അബ്സലോം മരിച്ചു. ഈ അബ്സലോമിനെ നോക്കി വിലപിക്കുന്ന ദാവീദ് രാജാവിനെയാണ് 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വീണ്ടും കാണുന്നത്. വളരെയധികം വേദനയോടുകൂടി അബ്സലോമേ, എൻ്റെ പുത്രനായ അബ്സലോമേ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ദാവീദ് രാജാവിനെ നമ്മൾ കാണുന്നു. ഇതിലൂടെ ദാവീദല്ല അബ്സലോമിനെ കൊന്നത്, മറിച്ച് ജോവാബാണ് അബ്സലോമിനെ കൊന്നത്. ദാവീദ് രാജാവ് ഇതിലൊക്കെ വിശുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയും അദ്ദേഹത്തിൻ്റെ പ്രസക്തിയും ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വിലാപങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുക. തുടർന്ന് വരുന്നത്, അബ്സലോമിനെ വധിച്ചതിന് ശേഷം ഈ ദാവീദ് രാജാവ് തിരികെ വരുന്ന രംഗമാണ്. ജെറുസലേമിലേക്ക് തിരികെ വരുന്ന രംഗമാണ് 19 മുതലുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുക. എങ്ങനെയാണ് അദ്ദേഹം തിരികെ വരുന്നത്? വിജയശ്രീലാളിതനായിട്ട് വേദനയോടുകൂടി, ആ മകൻ മരിച്ചതിൻ്റെ വേദനയോടുകൂടി തിരികെ വരുമ്പോൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടുമുട്ടിയ വ്യക്തികൾക്ക് മാനസാന്തരം സംഭവിക്കുക. കാരണം ഷിമയി എന്ന് പറയുന്ന അദ്ദേഹത്തെ ശപിച്ച സാവൂളിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ഷിമയി എന്ന് പറയുന്ന ആൾ വന്ന് ഈ മനുഷ്യൻ്റെ, ദാവീദ് രാജാവിൻ്റെ കാൽക്കൽ വീണ് എല്ലാ അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് അനുദപിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന രംഗം 18-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സീബ എന്ന് പറയുന്ന വ്യക്തി, അങ്ങോട്ട് പോയപ്പോൾ അപ്പമായിട്ട് വന്ന വ്യക്തി, തൻ്റെ സുഹൃത്തായ ഈ മെഫീബോഷത്ത്, യോനാഥൻ്റെ പുത്രനായ മെഫീബോഷത്തുമായിട്ട് പുറത്തിറങ്ങി വന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ രാജ്യത്വത്തെ ഏറ്റുപറയുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
നോക്കിക്കേ, ഇവരെയൊക്കെ വീണ്ടും ചേർത്ത് നിർത്തുന്ന, തൻ്റെ രാജ്യത്തോട് ചേർത്ത് നിർത്തുന്ന, ബന്ധിപ്പിച്ച് നിർത്തുന്ന ഒരു അതിശക്തനായിട്ടുള്ള ഒരു രാജാവിനെയാണ് ഈ ദാവീദ് രാജാവിലൂടെ കാണുക. കാരണം എന്താ? ജോനാഥനോട് ചെയ്ത ഉടമ്പടി, സാവൂളിനോട് ചെയ്ത ഉടമ്പടി, 24-ാമത്തെ അധ്യായം, അതിലൊന്നും തന്നെ ഒരിക്കലും ആ ഉടമ്പടിക്ക് ഒരിക്കലും കുറവ് വരുത്താത്ത രീതിയിൽ ഇവരെല്ലാവരെയും സ്വീകരിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ദാവീദ് രാജാവിനെ നമ്മൾ ഈ പുസ്തകത്തിലൂടെ കാണുന്നു. അതിലൂടെ ദാവീദിൻ്റെ മഹത്വം വർദ്ധിക്കുകയാണ്. ഇദ്ദേഹമാണ് രാജാവ്, ദ കിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്ന രംഗമാണ് നമ്മൾ കാണുന്ന സംഗതി. ഇങ്ങനെയാണ് ദാവീദിനെ കുറിച്ചുള്ള പ്രത്യേകമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ സമാപനത്തിലാണ് 24-ാമത്തെ അധ്യായത്തിൽ ദാവീദ് രാജാവ് ഒരു കണക്കെടുക്കുന്നതായിട്ട് കാണുന്നു. ദാവീദിൻ്റെ ഏറ്റവും വലിയൊരു അടുത്ത തിന്മയായിട്ട് കാണുന്നത് കണക്കെടുക്കാണ്. ദാവീദ് രാജ്യം വിസ്തൃതമാക്കി, എല്ലാ വിധത്തിൽ നിന്നും അബ്സലോമിൽ നിന്നൊക്കെ രക്ഷിച്ചു, അമോനിൽ നിന്നൊക്കെ രക്ഷിച്ചു. അദ്ദേഹം രാജാവിൻ്റെ രാജ്യത്വം വിസ്തൃതമാക്കുന്ന അവസരത്തിൽ ഒന്ന് കണക്കെടുത്താലോ, എത്ര പേരുണ്ട്, ആളുകൾ എത്ര പേരുണ്ട്, പുരുഷന്മാർ എത്ര പേരുണ്ട്, സ്ത്രീകൾ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ എത്ര പേരുണ്ട്, കന്നുകാലികൾ എത്ര പേരുണ്ട്. നമ്മൾ സെൻസസ് എടുക്കാൻ വരുന്നത് പോലെ പഞ്ചായത്തിൽ നിന്നും അതുപോലെ തന്നെ താലൂക്കിൽ നിന്നുമൊക്കെ സെൻസസ് എടുക്കാൻ വരുന്നത് പോലെ ദാവീദ് രാജാവിൻ്റെ കാലത്ത് സെൻസസ് എടുത്തു. ഇത് ദൈവത്തെ കോപിപ്പിച്ചു. കാരണം എന്നാ? ദൈവം പറഞ്ഞത് എന്നതാ? ദൈവത്തിൻ്റെ ജനമാണിത്, അല്ലാതെ ദാവീദിൻ്റെ ജനമല്ല. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ സെൻസസ് എടുക്കാൻ നിനക്കെന്താണ് അധികാരം? ദൈവത്തിൻ്റെ ജനത്തിൻ്റെ സെൻസസ് എടുക്കാൻ നിനക്ക് അധികാരമില്ല. കാരണം ദൈവമാണ് ജനത്തെ നൽകിയിരിക്കുന്നത്. ഇത് ദൈവത്തെ വേദനിപ്പിച്ചു. അങ്ങനെ അവസാനം ദാവീദ് രാജാവ് ദേവാലയം പണിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആദ്യത്തെ പലക ഇടുകയാണ്, ആദ്യത്തെ സ്റ്റോണുകൾ ഇടുകയാണ്. ദേവാലയം പണിത് ആ ദേവാലയത്തിന് മുകളിലാണ്, ആ ഫൗണ്ടേഷൻ വാർത്തതിന് ശേഷം ആ ദേവാലയത്തിന് മുകളിലാണ് സോളമൻ രാജാവ് ദേവാലയം പണിയുന്നതും ബലിപീഠം പണിയുന്നതും. ഇങ്ങനെയാണ് ആദ്യത്തെ രംഗം നടക്കുക. എന്നാലും സോളമൻ രാജാവ് വന്നിട്ടില്ല. സോളമൻ രാജാവിൻ്റെ ആഗമനം 1-ാമത്തെ അധ്യായത്തിലേക്ക്, രാജാക്കന്മാരുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിലേക്കാണ് കടന്നു വരിക. അപ്പോൾ ആരൊക്കെ മരിച്ചു? അമോൻ മരിച്ചു, ആദ്യജാതിൻ്റെ പുത്രത്വം നഷ്ടപ്പെട്ടു. അബ്സലോമിൻ്റെ ആദ്യജാതിൻ്റെ പുത്രത്വം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അടുത്ത് വരുന്നത് അദോണിയ എന്ന് പറയുന്ന വ്യക്തിയാണ്. അതിനു മുൻപായിട്ടാണ് സോളമൻ രാജാവിൻ്റെ കിരീടാവകാശം കടന്നു വരിക. 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഈ മനുഷ്യൻ ദാവീദ് രാജാവ് വൃദ്ധനാകുന്നു. അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൽ അദ്ദേഹത്തിന് ചൂട് പകരാൻ ഇപ്പോഴത്തെ പോലെ നെരുപ്പോടോ AC-യോ അങ്ങനത്തെ സാധനങ്ങളൊന്നും അവിടെ ഇല്ല. കമ്പിളിപ്പുതപ്പോ ഒന്നും വലുതായിട്ടൊന്നും കിട്ടാനില്ല. ഈ വാർദ്ധക്യം വരുമ്പോഴത്തേക്കും ചൂട് തണുക്കും, ശരീരമൊക്കെ തണുക്കും. അപ്പോൾ ഈ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മാർഗങ്ങളാണൊക്കെ പണ്ട് നമ്മളൊക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ അന്ന് ഉപയോഗിച്ചിരുന്ന മാർഗം നല്ല രസകരമായ മാർഗമായിരുന്നു. ഒരു സ്ത്രീയെ വേണം. ദാവീദ് പറയുകയാണ്, ഒരിക്കലും ഒരു സ്ത്രീയെ വേണം, ചൂട് മാറ്റാൻ വേണ്ടി ഒരു സ്ത്രീയെ വേണം. അങ്ങനെ അഭിഷാഗി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ചൂട് മാറ്റാൻ വേണ്ടിയിട്ട് ദാവീദ് രാജാവ് സ്വീകരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ഒരു സംഭവമാണ്, അദോണിയ എന്ന് പറയുന്ന മകൻ നിൽക്കുന്നു. അദോണിയ ഒരു സുപ്രഭാതത്തിൽ അബിയാത്തർ എന്ന് പറയുന്ന പുരോഹിതനോട് ചേർന്ന് ഒരു എൻഗോർ എന്ന് പറയുന്ന ഒരു അരുവിയുടെ അടുത്തേക്ക് പോയി രാജത്വം സ്വീകരിക്കാൻ പോവുക. ഇതറിഞ്ഞ ഉടനെ ബത്ശബ രംഗപ്രവേശം ചെയ്യുക. നാഥാനോടൊപ്പം രംഗപ്രവേശം ചെയ്ത് വയ്യാതെ കിടക്കുന്ന, വാർദ്ധക്യത്തിൽ കിടക്കുന്ന ദാവീദ് രാജാവിനോട് പറയുകയാണ്, അല്ലയോ ദാവീദ് രാജാവേ, അങ്ങ് തന്നെ വാഗ്ദാനം ചെയ്തിട്ടുള്ളതല്ലേ സോളമൻ രാജാവാകുമെന്ന്. ഇപ്പോഴിതാ അദോണിയ രാജാവാകാൻ പോകുന്നു. ഉടനെ ദാവീദ് രാജാവ് എന്ത് ചെയ്തു? സോളമൻ രാജാവിനൊരു സമ്മാനം കൊടുക്കുകയാണ്. ഇത്രയും നാളും താൻ ഉപയോഗിച്ച കഴുതയെ ആ സോളമൻ രാജാവിൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൻ്റെ പുറത്ത് കയറി ഗീഹോൺ എന്ന് പറയുന്ന അരുവിയുടെ അടുത്ത് ചെന്ന് നീ രാജാവായിട്ട് വാഴുക.
സാദോക്ക് എന്ന് പറയുന്ന പുരോഹിതനെയും നാഥാൻ എന്ന് പറയുന്ന പ്രവാചകനെയും ബത്ശബ എന്ന് പറയുന്ന അമ്മയെയും കൂടെ മാത്രം കൂട്ടിക്കൊണ്ട് ഗീഹോൺ എന്ന് പറയുന്ന ആ അരുവിയുടെ അടുത്ത് ചെന്ന് സോളമൻ രാജാവ് രാജത്വം സ്വീകരിച്ചു. അപ്പോൾ നോക്കിക്കോണം, രാജത്വം സ്വീകരിച്ചപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു? നാഥാൻ പ്രവാചകനുണ്ട്, അതുപോലെ തന്നെ പുരോഹിതനായ സാദോക്കുമുണ്ട്. അങ്ങനെ ഇവരുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് സോളമൻ രാജാവ് രാജത്വം സ്വീകരിക്കുന്നത്. ഈ രാജത്വം സോളമൻ രാജാവ് സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കിയ ഉടനെ അദോണിയ ആകപ്പാടെ വിഷമിച്ചു. കാരണം പിതാവ് കൊടുത്ത അനുഗ്രഹമാണ് സോളമൻ്റെ പൂർത്തിയാകുക. അതുകൊണ്ടാണ് പിതാവ് താൻ ഉപയോഗിച്ചിരുന്ന ആ കഴുതയെ സോളമൻ രാജാവിന് കൊടുക്കുക. ഇതൊരു ട്രാൻസ്ഫറിങ് ഓഫ് ദ അതോറിറ്റിയാണ്. സാവൂളിൻ്റെ മരണത്തിന് ശേഷം ഹിത്യൻ വന്ന് സാവൂൾ ഉപയോഗിച്ചിരുന്ന തൊപ്പിയും രാജാവിൻ്റെ വളകളുമൊക്കെ ദാവീദ് രാജാവിന് കൈമാറിയതുപോലെ ദാവീദ് രാജാവ് ഇവിടെ പുത്രനായ സോളമന് ഈ അധികാരം മുഴുവൻ കൈമാറുന്നു. ഇതൊരു ട്രാൻസ്ഫറിങ് ഓഫ് ദ അതോറിറ്റിയാണ്. ആ അതോറിറ്റി മനസ്സിലാക്കിയതിന് ശേഷം അദോണിയ വന്ന് സോളമൻ രാജാവിനോട് പറയുകയാണ്, അല്ലയോ സോളമൻ രാജാവേ, നീ രാജാവായിട്ട് മാറുകയാണ്. അതിനാൽ എനിക്കൊരു ഉപകാരം ചെയ്യണം. അപ്പൻ, അതായത് നമ്മുടെ അപ്പൻ ദാവീദ് രാജാവ് അവസാനമായിട്ട് സ്വീകരിച്ച അഭിഷാഗ് എന്ന് പറയുന്ന ഭാര്യയെ എൻ്റെ ഭാര്യയാക്കി എനിക്ക് തരണം, അവളോടൊപ്പം ശയിക്കണം. നേരത്തെ സംഭവം നമുക്കറിയാം. ഇങ്ങനെ ശയിക്കുന്ന അവസരത്തിൽ ഇവന് കിരീടാവകാശി ഇവനായിട്ട് മാറും. അതിനാൽ സോളമൻ രാജാവ് പറയുകയാണ്, അങ്ങനെയെങ്കിൽ ഈ രാജ്യം മുഴുവനും നീ എടുത്തുകൊണ്ട് പൊക്കോളുക, ഞാൻ മാറിത്തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്നാണ്? ഒരിക്കലും ഇത് സാധ്യമല്ല. അദോണിയ ഒരിക്കലും ഇനി രാജാവാകാൻ സാധ്യമല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സോളമൻ രാജാവ് കൽപ്പിക്കുകയാണ് അദോണിയായെ വധിക്കുക. അങ്ങനെ അദോണിയായുടെ ആഗ്രഹവും പോയി. അദോണിയ വധിക്കപ്പെട്ടു. ആദ്യജാതൻ്റെ പുത്രൻ്റെ അവകാശമെല്ലാം അവർക്ക് 3 പേർക്കും നഷ്ടപ്പെട്ട് സോളമൻ രാജാവായിട്ട് തീരുന്ന രംഗമാണ് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുക. നോക്കിക്കേ, സോളമൻ രാജാവിൻ്റെ രംഗപ്രവേശം കൊണ്ട് 2 വ്യക്തികൾ, ദാവീദ് രാജാവ് എങ്ങനെ രാജാവാകുന്നു, സോളമൻ രാജാവ് എങ്ങനെ രാജാവാകുന്നു, ഇങ്ങനെയുള്ള 2 വ്യക്തികളുടെ രംഗപ്രവേശമാണ് ഈ വിശുദ്ധഗ്രന്ഥ വായനകളിലൂടെ ഭാഗങ്ങളിലൂടെ നമ്മളുടെ മുമ്പിൽ വിശുദ്ധഗ്രന്ഥകാരൻ അവതരിപ്പിക്കുക. ഇനി കടന്നു വരാൻ പോകുന്നത് മറ്റൊരു രസമാണ്. സോളമൻ രാജാവായിട്ട് സിംഹാസനത്തിൽ ഇങ്ങനെ ഇരുന്നാൽ പോരാ, പുള്ളിക്കാരന് ചില മിനുക്കുപണികളൊക്കെ ചെയ്യാൻ പോവാ. എന്താ ഈ മിനുക്കുപണികൾ എന്ന് പറയുന്നത്? ഒന്നാമത്തെ മിനുക്കുപണി, തൻ്റെ രാജ്യത്തിൻ്റെ സുസ്ഥിതി ഒന്ന് വർദ്ധിപ്പിക്കുകയും ദാൻ മുതൽ ബർഷബ വരെ 12 ഗോത്രങ്ങളെ സമുന്നയിപ്പിച്ചുകൊണ്ട് രാജ്യം വിസ്തൃതമാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനമെടുക്കുക. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തീരുമാനമാണ് ഇത്. എന്താണെന്നറിയാമോ? ഒന്നാമതായിട്ട് തീരുമാനിക്കുന്നത്, ഇത്രയും നാളും അബിയാത്തറായിരുന്നു ദാവീദ് രാജാവിൻ്റെ പുരോഹിതൻ്റെ റോള് അഭിനയിച്ചിരുന്നത്. പുരോഹിത സ്ഥാനം അബിയാത്തറിനായിരുന്നു. അബിയാത്തറിനെയാണ് നോബ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ദാവീദ് രാജാവ് കൊണ്ടുവരികയും അവനോടൊപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാ ജീവിതാവസ്ഥകളിലും ഈവൻ അവസാനം അബ്സലോമുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകുമ്പോഴും ഒക്കെ ഈ അബിയാത്തർ ഉണ്ടായിരുന്നു. ആ അബിയാത്തറിനെ പിടിച്ച് ദേവാലയത്തിൻ്റെ ശുശ്രൂഷകനായിട്ട്, വാഗ്ദാന പേടകത്തിൻ്റെ ശുശ്രൂഷകനായിട്ട് ദാവീദ് രാജാവ് ഏർപ്പെടുത്തി. എന്നാൽ സോളമൻ രാജാവ് പറയുകയാണ്, വാമോനെ, നിന്റെ ജോലിയൊക്കെ ബോധിച്ചു, ഇനിമേൽ നീ ഈ ദേവാലയത്തിൽ അല്ലെങ്കിൽ ഈ വാഗ്ദാന പേടകത്തിൽ ശുശ്രൂഷകനാകേണ്ട, അനത്തോത്തിൽ പോയി അവിടെ പോയി പുരോഹിത ശുശ്രൂഷ ചെയ്യുക. എന്താ ഇതിൻ്റെ അർത്ഥം? 1 സാമുവേലിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ ഏലി എന്ന് പറയുന്ന പുരോഹിതന് ദൈവം കൊടുക്കുന്ന ശിക്ഷയുടെ അതിൻ്റെ ഫൈനൽ ഫുൾഫിൽമെൻ്റാണ്. ഏലി എന്ന പുരോഹിതന് കൊടുക്കുന്ന ശിക്ഷ, നിന്റെ പുത്രന്മാർ മോശക്കാരായതിനാൽ നിന്റെ പൗരോഹിത്യം ഞാൻ എടുത്തു കളഞ്ഞ് വേറൊരു വ്യക്തിക്ക്, എൻ്റെ വിശ്വസ്തനായ വേറൊരു വ്യക്തിക്ക് ഞാൻ ആ പൗരോഹിത്യം കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസ്തനായ വേറൊരു വ്യക്തിക്ക് കൊടുക്കുന്ന പൗരോഹിത്യത്തെ അവതരിപ്പിക്കുകയാണ്. അതിനുശേഷം കാണുന്ന ഭാഗമാണ് നോബ് എന്ന് പറയുന്ന സ്ഥലത്ത് ഏലിയുടെ പിന്തുടർച്ചയായിട്ട് കിടന്ന ആളുകളെ സാവൂള് കൊല്ലുകയും അബിയാത്തർ മാത്രം രക്ഷപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ഇത് അബിയാത്തറിനെ ജെറുസലേമിൽ നിന്ന് വാഗ്ദാന പേടകത്തിന് ശുശ്രൂഷയിൽ നിന്ന് സോളമൻ രാജാവ് പുറത്താക്കുന്നതിലൂടെ
1 സാമുവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ കൊടുത്ത വാഗ്ദാനത്തിൽ അല്ലെങ്കിൽ ശാപത്തിൻ്റെ പൂർത്തീകരണം നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്ഥലത്ത് സാദോക്ക് എന്ന് പറയുന്ന പുതിയ വംശത്തെ, പുരോഹിത വംശത്തെ കർത്താവ് സ്ഥാപിച്ചെടുക്കുന്ന രംഗമാണ്, അല്ലെങ്കിൽ സോളമൻ സ്ഥാപിച്ചെടുക്കുന്ന രംഗമാണ് കാണുന്നത്. ഈ പുരോഹിതരാണ് ജെറുസലേം ദേവാലയത്തിൽ പിന്നീട് ശുശ്രൂഷ ചെയ്തത്. അതുകൊണ്ട് വിശുദ്ധഗ്രന്ഥം വായിക്കുന്ന അവസരത്തിൽ, വിശുദ്ധഗ്രന്ഥകാരൻ എഴുതുന്ന അവസരത്തിൽ ജെറുസലേം ദേവാലയം നിൽക്കുന്നുണ്ട്. ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സാദോക്ക് പ്രീസ്റ്റ്ഹുഡ് എങ്ങനെ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നു? അപ്പോൾ ഏലി എന്ന് പറയുന്ന പ്രീസ്റ്റ്ഹുഡ് എന്തിയെ? അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അഹറോൻ്റെ പ്രീസ്റ്റ്ഹുഡിൻ്റെ പ്രത്യേകത എന്താണ്? ഇതൊക്കെ മാറ്റിക്കൊണ്ട് ഇപ്പോഴത്തെ പുതിയൊരാൾ വന്നിരിക്കുന്നു, സാദോക്ക് എങ്ങനെ വന്നു? അതിനുള്ള ഒരു മറുപടി എന്നോണമാണ് ഈ ഒരു ഭാഗം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. രണ്ടാമതായി, അദ്ദേഹം ഈ തൻ്റെ രാജ്യത്വത്തെ വിസ്തൃതമാക്കാനും വിശുദ്ധീകരിക്കാനും വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ച മറ്റൊരു മാർഗമാണ് മെഫീബോഷത്തിനെ തള്ളിക്കളയുന്നു. മെഫീബോഷത്ത്, യോനാഥൻ്റെ പുത്രനായ മെഫീബോഷത്തിനെ ദാവീദ് സ്വന്തം കുടുംബത്തിലേക്ക്, കൊട്ടാരത്തിലേക്ക് കയറ്റി, പക്ഷേ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് കളയുന്നു. അതുവഴിയായി സാവൂളിൻ്റെ കുടുംബത്തിൽ നിന്ന്, ഗോത്രത്തിൽ നിന്ന്, ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഇനി ഒരു കുഞ്ഞും ഇവിടേക്ക് വേണ്ട. ജൂദ എന്ന് പറയുന്ന ദേശം അനുഗ്രഹീത ദേശമാണ്. ജൂദ എന്നത് പ്യുവർ ജൂദ ആയിരിക്കണം, ബെഞ്ചമിൻ ഗോത്രക്കാരൻ വേണ്ട എന്നുള്ള ആ നിലപാടിലേക്ക് ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, അപ്രാധാന്യമുള്ള ഒരു ഗോത്രമായിട്ട് ബെഞ്ചമിൻ ഗോത്രത്തെ മാറ്റുന്ന രംഗമാണ് നമ്മളിവിടെ കാണുക. മൂന്നാമതായി, ഷാവൂളിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഷിമൈ എന്ന് പറയുന്ന വ്യക്തിയെ ദാവീദ് സ്വീകരിച്ചിരുന്നു. ആ ദാവീദിൻ്റെ കൊട്ടാരത്തിൽ വസിക്കുന്ന ഷിമയിയെ ഈ മനുഷ്യൻ സോളമൻ പിടിച്ച് ബന്ധനസ്ഥനാക്കി. എന്നിട്ട് പറഞ്ഞു, മിണ്ടിപ്പോയേക്കരുത്, ഒരക്ഷരം മിണ്ടിപ്പോയേക്കരുത്. എന്നിട്ട് ഉടനെ ജെറുസലേമിലൊരു കലാപം നടന്നപ്പോഴത്തേക്കും ഈ ഷിമൈ എന്ന് പറയുന്ന വ്യക്തി ഉച്ചത്തിൽ അവിടെ വെച്ച് സംസാരിച്ചു. അതോടുകൂടി അവൻ്റെ ചീട്ടും പോയി, അവനെയും വധിച്ചു. അപ്പോൾ സാവൂളിൻ്റെ കൊട്ടാരത്തിൽ, സാവൂളിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി പോലും ഇനി ഈ പ്രദേശത്തേക്കില്ല എന്ന് തെളിയിച്ച് കാണിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ ചെയ്യുന്നത്. അപ്പോൾ സോളമൻ രാജാവിൻ്റെ രാജ്യത്വം എന്ന് പറയുന്നത്, അത് കൺസോൾട്ടേഷൻ ഓഫ് ദ റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാജ്യത്വത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് പ്യുവറായിട്ടുള്ള ഒരു ജൂദാദേശത്തെ സമർപ്പിക്കുക, പ്യുവറായിട്ടുള്ള ജൂദാദേശത്തെ കൊടുക്കുക. അതിന് മലിനതകളില്ലാത്ത, മിക്സഡ് ആയിട്ടില്ലാത്ത ഒരു ജൂദാദേശത്തെ രൂപപ്പെടുത്തുക. എന്തിനു വേണ്ടിയിട്ടാണ്? താൻ പണിയാൻ പോകുന്ന ദേവാലയം എന്ന് പറയുന്നത് മലിനതയില്ലാത്തൊരു ദേവാലയം, വിശുദ്ധമായൊരു ദേവാലയം, അത് ജൂദാ ഗോത്രത്തിൻ്റെ സ്വന്തമായിരിക്കണം. ആ ഗോത്രത്തോട് ചേർന്ന് നിൽക്കുന്ന അനുഭവം ഉണ്ടായിരിക്കണം. ജൂദാ ഗോത്രത്തിൻ്റെ വിശുദ്ധമായ അനുഭവത്തിൽ, വിശുദ്ധിയുടെ അനുഭവത്തിൽ നിന്ന് മാത്രമേ ദേവാലയം പണിയാൻ പറ്റുകയുള്ളൂ. അതിനുവേണ്ടി ജൂദാ ഗോത്രത്തെ വിശുദ്ധീകരിക്കുന്ന രംഗമാണ് നമ്മൾ കാണുക. ഇതേ ഭാഗം തന്നെ നമ്മൾ കണ്ട ആദ്യത്തെ എപ്പിസോഡുകളിൽ ജോഷുവ തൻ്റെ ജനത്തെ വിടുമ്പോൾ, വാഗ്ദാന ദേശത്തേക്ക് വിടുമ്പോൾ പറയുന്ന ഒരു ഭാഗമില്ലേ 3-ാമത്തെ അധ്യായത്തിൽ, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, കർത്താവ് നാളെ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുന്നവൻ, ദേവാലയത്തോടടുക്കുന്നവൻ വിശുദ്ധീകരിക്കപ്പെടണമെന്ന് ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നു. അതുപോലെ തന്നെ ദേവാലയം പണി ആരംഭിക്കാൻ വേണ്ടി ജൂദാ ഗോത്രം വിശുദ്ധീകരിക്കപ്പെട്ട ഗോത്രമായിരിക്കണം. ആ ഗോത്രം വിശുദ്ധീകരണത്തിൻ്റെ ഗോത്രമായിട്ട് മാറുമ്പോൾ മാത്രമേ ദേവാലയത്തിൻ്റെ നിർമ്മാണം സാധ്യമാവുകയുള്ളൂ എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് സോളമൻ രാജാവിൻ്റെ കാലത്തുണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് നിൽക്കുന്നത്. സോളമൻ രാജാവ് എങ്ങനെയാണ് പുതിയ രാജ്യഭരണം ആരംഭിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. ഇനി സോളമൻ രാജാവിൻ്റെ പുസ്തകം ആരംഭിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതിപാദിക്കുന്ന രാജാക്കന്മാരുടെ പുസ്തകം ആരംഭിക്കുന്നത് 3-ാമത്തെ അധ്യായത്തിലാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ആ അധ്യായത്തിൽ പറയുമ്പോൾ പ്രധാനമായിട്ടും തുടങ്ങുന്നത് സോളമൻ ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ മകളെ വിവാഹം ചെയ്ത് അവനുമായി ബന്ധുത്വം സ്ഥാപിച്ചു. ഒന്ന് നോക്കിക്കേ, 11-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, സോളമൻ രാജാവ് അനേകം വിദേശ വനിതകളെ പ്രേമിച്ചു. നോക്കിക്കേ, ഇത് 2 ഭാഗങ്ങളും ഒരുപോലെയാണ് നമ്മൾ കാണുന്നത്. 3-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലും 11-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലും സോളമൻ രാജാവിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്
മറ്റ് സ്ത്രീകളുമായി, വിദേശ വനിതകളുമായി ബന്ധമുണ്ടായിരുന്നു. ഇത് രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, വിദേശ വനിതകളുമായിട്ട് ബന്ധപ്പെടുന്ന എന്ന് പറയുന്നത് ഒന്ന് രാജ്യം സുസ്ഥിരമാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. കാരണം നമുക്കൊക്കെ ഒരു ഫോറിൻ പോളിസിയൊക്കെ നമുക്കൊക്കെ അറിയാമല്ലോ. ഏതെങ്കിലും രാജാക്കൻ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ജോർദാൻ രാജാക്കന്മാർ, ജോർദാനിലെ രാജാവ്, ഇപ്പോഴത്തെ രാജാവാണെങ്കിൽ പോലും അദ്ദേഹം തനിക്ക് എതിരെ വരുന്ന ശത്രുവായ ഈജിപ്ത് ദേശത്തിലെ ഫറവോയുടെ അല്ലെങ്കിൽ രാജാവിൻ്റെ മകളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നടന്ന കാരണം എന്നാ, ഈജിപ്ത് മകളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈജിപ്ത് ദേശം ഈ ജോർദാനെതിരെ ഒന്നും മിണ്ടത്തില്ല. കുവൈറ്റിലെ രാജാക്കന്മാർ തങ്ങൾക്ക് ശത്രുക്കളായിട്ടുള്ള ആളുകളെയാണ് കല്യാണം കഴിച്ചേക്കുന്നത്. അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ ഇസ്രായേൽ എന്ന് പറയുന്ന ദേശം സംരക്ഷിക്കുകയാണ്. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എന്നാൽ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം വിശുദ്ധഗ്രന്ഥകാരൻ പറയുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ ജനമാണ്, അന്യ സ്ത്രീകളെ കല്യാണം കഴിക്കാൻ പറ്റില്ല. കാരണം സോളമൻ രാജാവ് ജൂദാഗോത്രത്തിൽപ്പെട്ടവനാണ്. അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവപുത്രനാണ്. മനുഷ്യപുത്രിമാരെ കല്യാണം കഴിക്കാൻ പറ്റില്ല. വിദേശികളായിട്ടുള്ള മനുഷ്യപുത്രിമാരെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ ചില ഒരു ഭാഗം വരുന്നു വരും. ദൈവപുത്രൻ മനുഷ്യപുത്രിമാരെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 2-ാമത്തെ വാക്യം എന്താ പറയുന്നത്? ദൈവപുത്രന്മാരും മനുഷ്യപുത്രിമാരും തമ്മിലുള്ള കല്യാണം, അതിൻ്റെ റിയലായിട്ടുള്ള ഹിസ്റ്ററി നടക്കുന്നതാണ് സോളമൻ രാജാവിൻ്റെ ജീവിതത്തിലൂടെ കാണുന്നത്. അദ്ദേഹം ഇങ്ങനെ കല്യാണം കഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ വായിക്കുന്നത്. ദൈവം താൻ സൃഷ്ടിച്ചതിനെ ഓർത്ത് പരിതപിച്ചു. അതിനാൽ ദൈവം ഈ സൃഷ്ടവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. വലിയൊരു ജലപ്രളയം കൊണ്ടുവന്ന് കർത്താവ് അതിനെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. സോളമൻ രാജാവിൻ്റെ പതനത്തിന് കാരണവും ഇത് തന്നെയാണ്. വിദേശ വനിതകളെ സ്വീകരിച്ചു എന്നുള്ളതാണ് സോളമൻ രാജാവിൻ്റെ പതനത്തിന് കാരണം. ഇത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമതായി സോളമനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധഗ്രന്ഥകാരൻ പറയുന്നത്, ഞാൻ എല്ലാ ഭാഗങ്ങളൊന്നും പറയുന്നില്ല, പറയുന്നത് ഇപ്രകാരമാണ്: സോളമന് അതിശക്തമായിട്ട് അതിബുദ്ധിമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്ഞാനം ഭയങ്കരമായ ജ്ഞാനമായിരുന്നു. ആ ജ്ഞാനത്തിലൂടെയാണ് അദ്ദേഹം എല്ലാത്തിനെയും കീഴടക്കിയത്. വായിച്ചു കഴിയുമ്പോഴേ, ബൈബിൾ വായിക്കുമ്പോഴത്തേനും ഇത്രയേ ഉള്ളൂ ജ്ഞാനം എന്ന് നമ്മൾ വിചാരിക്കും. അതെന്തായിരുന്നു ഇൻസിഡൻറ്റ് കൊടുത്തിരുന്നത്? പറയുന്ന ഇപ്രകാരമാണ്: 2 സ്ത്രീകൾ ഒരു കുഞ്ഞിൻ്റെ അവകാശത്തിന് വേണ്ടി വന്നു. അതിൽ ഒരു സ്ത്രീ പറഞ്ഞു, ഇതെൻ്റെ കുഞ്ഞാണ്, ഞാൻ വിട്ടുകൊടുക്കത്തില്ല. മറ്റേ സ്ത്രീയും പറഞ്ഞു, എൻ്റെ കുഞ്ഞാണ്, ഞാൻ വിട്ടുകൊടുക്കത്തില്ല. അത് കണ്ടില്ലേ, ഈ കുഞ്ഞ് എന്നെപ്പോലല്ലേ ഇരിക്കുന്നത്, എൻ്റെ കുഞ്ഞിൻ്റെ ചെവി കണ്ടില്ലേ, കുഞ്ഞിൻ്റെ മൂക്ക് കണ്ടില്ലേ, ഇവൻ്റെ അപ്പനെ പോലല്ലേ ഇതിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല. രാജാവ് ഒരു തീരുമാനം എടുക്കുകയാണ്. എന്താ തീരുമാനം? വളരെ ബാലിശമായിട്ടുള്ള തീരുമാനം. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കുഞ്ഞിനെ 2ആയിട്ട് മുറിക്കാം. ഒരു ഭാഗം നീ എടുത്തുകൊടുക്കുക, ഒരു ഭാഗം നീയും എടുത്തുകൊടുക്കുക. ഒരു സ്ത്രീ പെട്ടെന്ന് അങ്ങനെയാണെങ്കിൽ ശരി, നമുക്ക് മുറിച്ചേക്കാം. യഥാർത്ഥ അമ്മ പറഞ്ഞു, വേണ്ട, മുറിക്കേണ്ട, അവൻ ജീവിച്ചോട്ടെ. ഈ യഥാർത്ഥ അമ്മയുടെ അടുത്തേക്ക് ഇത് കൊടുത്ത് മറ്റേ സ്ത്രീക്ക് പണിഷ്മെൻറ്റ് കൊടുത്തിട്ട് വിടുകയാണ്. ഇതൊരു ചെറിയ ഒരു ഇൻസിഡൻ്റാണ്. ഇതിനെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ഈ വ്യക്തി സോളമൻ രാജാവ് വലിയ ബുദ്ധിമാനാണെന്ന് വിശുദ്ധഗ്രന്ഥം പറയുക. ഷേബായിലെ രാജ്ഞിയൊക്കെ വന്ന് ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയെയും ജ്ഞാനത്തെയും കുറിച്ച് പറയുക. ഈ സോളമൻ രാജാവ് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഇപ്രകാരം: കർത്താവേ, നിന്റെ ജനത്തെ നയിക്കാൻ തക്ക വിധത്തിലുള്ള ജ്ഞാനം എനിക്ക് നൽകണമേ. അത് മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. അപ്പം ജ്ഞാനിയായ സോളമൻ രാജാവിനെ കുറിച്ച് അവതരിപ്പിക്കുന്നു. പഴയ നിയമത്തിലും അതുപോലെ തന്നെ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലും ഒക്കെ, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലുമൊക്കെ സോളമൻ രാജാവിൻ്റെ സോളമൻ എഴുതിയ കീർത്തനം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുക എന്തിന് ജ്ഞാനമാണ്? യഥാർത്ഥത്തിൽ സോളമൻ്റെ ജ്ഞാനം ബാഹ്യമായ ജ്ഞാനമാണോ? എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല. ഈ ഭൂമിയിലുള്ള ജ്ഞാനത്തെക്കാട്ടിലുപരിയായി അദ്ദേഹത്തിൻ്റെ ജ്ഞാനം എവിടെയാണ് അടങ്ങിയിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ജ്ഞാനം അടങ്ങിയിരിക്കുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം മുതൽ 8-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗത്താണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജ്ഞാനമടങ്ങിയിരിക്കുന്നത് വളരെ പ്രിസൈസായിട്ട് ദേവാലയത്തെ നിർമ്മിക്കുന്നതിലൂടെയാണ്. ദേവാലയത്തിൻ്റെ അളവുകോല് തെറ്റാതെ
ഓരോന്നിനും ദേവാലയത്തിൻ്റെ ഹോളി ഓഫ് ഹോളീസിനും അല്ലെങ്കിൽ വാഗ്ദാന പേടകം ഇരിക്കുന്ന സാക്ഷ്യ കൂടാരത്തിൻ്റെ അളവിനും അതുപോലെ ബലിപീഠത്തിൻ്റെ അളവിനും ജനങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അളവിനും ഒന്നും കുറവ് വരാത്ത രീതിയിൽ കൃത്യതയോടുകൂടി എപ്പോൾ വാഗ്ദാന പേടകം സ്ഥാപിക്കാൻ, സാക്ഷ്യകൂടാരം സ്ഥാപിക്കാൻ മോശയോട് ദൈവം കൽപ്പിച്ചപ്പോൾ മോശ ഉപയോഗിച്ച അതേ അളവുകോൽ ഉപയോഗിച്ചുകൊണ്ടാണ് ദേവാലയത്തിൻ്റെ പണി അദ്ദേഹം പൂർത്തിയാക്കിയത്. ഇതിലാണ് യഥാർത്ഥ ജ്ഞാനം അടങ്ങിയിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് സോളമനെ ജ്ഞാനി എന്ന് വിശേഷിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് ദേവാലയത്തോടുള്ള ബന്ധത്തിൽ വന്നിരിക്കുന്ന ജ്ഞാനമാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ ഉറവിടം ദേവാലയമായിരിക്കണം. ജ്ഞാനമാണ് സകലത്തിൻ്റെ ഉറവിടം, ദൈവത്തിൻ്റെ ജ്ഞാനം. എല്ലാ അറിവിൻ്റെയും ഉറവിടം ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ആ അറിവിൻ്റെ ദൈവത്തിൻ്റെ ജ്ഞാനത്തോടുള്ള ബന്ധത്തിലാണ് എല്ലാ അറിവും നിൽക്കുന്നത്. അതുകൊണ്ടാണ് സോളമൻ രാജാവിനെ ജ്ഞാനികളുടെ ജ്ഞാനി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അടുത്ത രംഗത്തേക്ക് നമ്മൾ പെട്ടെന്ന് പ്രവേശിക്കുകയാണ്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം എങ്ങനെയാണ് തുടങ്ങുന്നത്? ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് മോചിതമായതിൻ്റെ 480-ാം വർഷം, അതായത് സോളമൻ്റെ 4-ാം ഭരണവർഷം 2-ാമത്തെ മാസമായ സീവിൽ അവൻ ദേവാലയത്തിൻ്റെ പണി ആരംഭിച്ചു. നല്ല ഒരു വാക്യമാണ്. എന്താണ് ആ വാക്യത്തിനെ പറ്റി? ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് മോചിതരായതിൻ്റെ 480-ാം വർഷം, അതായത് സോളമൻ രാജാവിൻ്റെ 4-ാം ഭരണവർഷം 2-ാമത്തെ മാസമായ സീവിൽ ദേവാലയത്തിൻ്റെ പണി ആരംഭിച്ചു. ജെറുസലേം ദേവാലയത്തിൻ്റെ മതിൽ കൊത്തിവെച്ചിരിക്കുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഭാഷയിൽ. കാരണം നമ്മളൊക്കെ ഒരു പള്ളി ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഒരു സ്കൂൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അവിടെ നിന്നുള്ള അച്ഛന്മാരൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും അവിടെ കൊത്തിവെക്കും. ഇന്നയാൾ ഇന്ന സമയത്ത് ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ദുബായ്, ബ്ലസ് ദുബായ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടങ്ങ് വീരമായിട്ട്, എന്നിട്ട് വലിയ അക്ഷരത്തിൽ അവിടുത്തെ വികാരിയുടെ പേരും കൊത്തിവെക്കും. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ദേവാലയത്തിൻ്റെ അവിടെ മൂലയിലെല്ലാം ഉണ്ടായിരിക്കുന്ന സാധനമായിരിക്കും. എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത്? ദേവാലയത്തിൻ്റെ പണി എന്ന് പറയുന്നത് എന്തിൻ്റെ പൂർത്തീകരണമാണെന്നുള്ള വിശ്വാസ സത്യത്തെ നമ്മൾ മുമ്പ് അവതരിപ്പിക്കുക, ദൈവശാസ്ത്രത്തെ അവതരിപ്പിക്കുക. ദേവാലയത്തിൻ്റെ പണി പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ കൾമിനേഷൻ. അതുകൊണ്ടാണ് പുറപ്പാടിനെ ഇവിടെ റെഫർ ചെയ്യുന്നത്. പുറപ്പാടിൻ്റെ സംഭവത്തെ ഇസ്രായേലിൻ്റെ ചരിത്ര സംഭവമായിട്ട് മാറ്റിക്കൊണ്ട് ആ പുറപ്പാട് പുസ്തകത്തിൻ്റെ പൂർണ്ണതയാണ്, പുറപ്പാടെന്ന് പറയുന്ന രക്ഷാകരമായ രഹസ്യത്തിൻ്റെ പൂർണ്ണതയാണ് ദേവാലയം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ മോശ ഇസ്രായേൽക്കാരുടെ മുന്നിൽ ചെന്ന് പറയേണ്ടത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മോശ ഈജിപ്തിലെ ഫറവോയുടെ മുന്നിൽ ചെന്ന് പറയേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്രകാരമാണ് പറയുന്നത്: എൻ്റെ ജനത്തെ ദൈവാരാധനയ്ക്കായിട്ട് വിട്ടുതരിക. മോശ ഫറവോയുടെ മുന്നിൽ ചെന്ന് പറയുകയാണ്, എൻ്റെ ജനത്തെ ദൈവാരാധനയ്ക്കായിട്ട് വിട്ടുതരിക. അങ്ങനെ ദൈവാരാധനയ്ക്കായിട്ട് ഒരുക്കിയ ജനത്തിന് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമായി അവർ ദൈവാരാധനയ്ക്കായിട്ട് ഒരുക്കിയ ജനം ദൈവാരാധന നടത്തുന്ന സ്ഥലമായ ജെറുസലേം ദേവാലയത്തിൻ്റെ പണിയിലൂടെ അതിൻ്റെ പൂർത്തീകരണം നടക്കുകയാണ്. അതുകൊണ്ട് പുറപ്പാട് പുസ്തകത്തിൻ്റെ കൾമിനേഷൻ കാണുന്നത് ഈ 1 രാജാക്കന്മാരുടെ പുസ്തകം 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിലാണെന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ദേവാലയത്തിൻ്റെ പണി ആരംഭിക്കുന്നത്. ദേവാലയത്തിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ 12-ാമത്തെ വാക്യത്തിൽ മുതൽ ഒരു കവനൻ്റ് ഉടമ്പടി കൊടുക്കുന്നതായിട്ട് കാണുന്നു. അത് 6-ാമത്തെ അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിലും 9-ാമത്തെ അധ്യായത്തിലും ഇതേ കാര്യം തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിലും 9-ാമത്തെ അധ്യായത്തിലും ഇത് കൃത്യമായിട്ട് 9-ാമത്തെ അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി. എന്താണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കാം. നീ എനിക്ക് ഭവനം പണിയുകയാണല്ലോ,
എൻ്റെ ചട്ടങ്ങൾ ആചരിച്ചും എൻ്റെ അനുശാസനങ്ങൾ അനുസരിച്ചും എൻ്റെ കൽപ്പനകൾ പാലിച്ചും നടന്ന ഞാൻ നിൻ്റെ പിതാവായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം നിന്നിൽ നിറവേറ്റും. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിനെ ഉപേക്ഷിക്കുകയില്ല. സോളമൻ ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കി. നോക്കിക്കേ, എന്താ പറയുന്നത്? നീ അത് ചെയ്താൽ, ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിച്ചാൽ ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. അല്ല എങ്കിൽ ഞാൻ നിന്നെ നശിപ്പിക്കും. നോക്കിക്കേ, ഒരു കണ്ടീഷണൽ കവനൻ്റാണ് കാണുന്നത്. 2 സാമുവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ അൺകണ്ടീഷണൽ കവനൻ്റ് കണ്ടു. ജൂദാദേശത്തിന് എന്ത് സംഭവിച്ചാലും, അവൻ എത്ര തെറ്റ് ചെയ്താലും, ദാവീദ് എത്ര തെറ്റ് ചെയ്താലും, ജൂദാദേശം എത്ര അത് ഇസ്രായേലേ, നീ എൻ്റെ സ്വന്തമാണ്, നിനക്കൊരിക്കലും ഒരു കുറവും ഞാൻ വരുത്തുകയില്ല. ജെറുസലേമേ, ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയത്തോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും ഒരു കുറവും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ അൺകണ്ടീഷണൽ കവനൻ്റെ മുമ്പിൽ ആ കുറവ് വരുന്നത് എന്തുകൊണ്ടാണ്? ഓരോ രാജാക്കന്മാരും തെറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ രാജ്യം നഷ്ടപ്പെടുകയാണ്. അവൻ്റെ രാജ്യം. സോളമൻ രാജാവ് തെറ്റ് ചെയ്താൽ സോളമൻ ഈ ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യും, നിഷ്കാസിതനാകും. പക്ഷേ ജൂദാ ഗോത്രത്തിന് കോട്ടം സംഭവിക്കുകയില്ല. റഹോബോവാം തെറ്റ് ചെയ്താൽ അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് നിഷ്കാസിതനാകും, എന്നാൽ ജൂദാദേശത്തിന് കോട്ടം സംഭവിക്കുകയില്ല. അങ്ങനെ ഇസ്രായേലിൻ്റെ ജൂദാദേശത്തിൻ്റെ രാജാക്കന്മാരെല്ലാവരും ദൈവത്തിന് മുമ്പിൽ തെറ്റ് ചെയ്തു. തിരുവചനത്തിൽ പറയുന്ന പോലെ മനാസയുടെ പാപമാണ് ഇസ്രായേലിൻ്റെ ജൂദാദേശത്തിൻ്റെ നാശത്തിന് കാരണമായിട്ട് ഭവിച്ചത് എന്ന് പറയുന്നതിലൂടെ ജൂദാദേശത്തിൻ്റെ ഗോത്രത്തിന് അവിടുത്തെ രാജാക്കന്മാർ പാപം ചെയ്താൽ രാജാക്കന്മാരെ കർത്താവ് ശിക്ഷിക്കും. ജൂദാ ഗോത്രത്തിന് ഒന്നും കർത്താവ് ഒരു ശിക്ഷയും കൊടുക്കില്ല. കാരണം അത് ദൈവം തെരഞ്ഞെടുത്തുയർത്തിയ ദൈവത്തിൻ്റെ സ്വന്തം ഗോത്രമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ വചനഭാഗത്തിലൂടെ. അതുകൊണ്ട് സോളമൻ രാജാവിൻ്റെ ദേവാലയ നിർമ്മാണത്തിൽ കൊടുക്കുന്ന കണ്ടീഷണൽ കവനൻ്റ് അത് 9-ാമത്തെ അധ്യായത്തിലും നമുക്ക് കാണാൻ സാധിക്കും. 4 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ തന്നെ വായിച്ചുകൊണ്ട് ആ വചനഭാഗത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് മനസ്സിലാക്കുക. അങ്ങനെയാണ് സോളമൻ രാജാവ് ദേവാലയത്തിൻ്റെ പണി ആരംഭിക്കുന്നത്. ഇനിയുള്ള എപ്പിസോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ദേവാലയത്തിൻ്റെ ഡെഡിക്കേഷൻ, സമർപ്പണ ശുശ്രൂഷ എത്ര മനോഹരമായിട്ടുള്ളൊരു ഭാഗമാണെന്നറിയാം. ദേവാലയത്തിൻ്റെ സമർപ്പണ ശുശ്രൂഷ നമ്മൾ കാണും. ആ സമർപ്പണ ശുശ്രൂഷയ്ക്ക് ശേഷം തുടർന്ന് വരുന്ന വചനഭാഗങ്ങൾ ഓരോ രാജാക്കന്മാരെ നമ്മൾ കാണും. ഓരോ ഇസ്രായേൽ ഗോത്രങ്ങൾ, ഇസ്രായേൽ, ജൂദ എന്നീ ഗോത്രങ്ങളെ നഷ്ടമാകുന്നതും വിഭജിക്കുന്നതും അതുവഴിയായിട്ടുണ്ടാകുന്ന നാശത്തെക്കുറിച്ചുമൊക്കെയുള്ള ചരിത്രപരമായിട്ടുള്ള അനുഭവങ്ങളും ദൈവശാസ്ത്രപരമായിട്ടുള്ള അനുഭവങ്ങളും നമ്മൾ കാണുന്നതായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും പ്രത്യേകമായിട്ട് ദൈവാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.